ഇന്നത്തെ ദിവസം ഈ ആവേശത്തിൽ നിന്നല്ലാതെ എന്താണ് തുടങ്ങേണ്ടത്? 72ാമത് നെഹ്റു ട്രോഫി വള്ളം കളിക്കായി ഒരുങ്ങി പുന്നമടക്കായൽ. ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള പോരാട്ടത്തിന് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രമാണുള്ളത്. 22 ചുണ്ടനുകൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, എം ലിജു, പി സി വിശ്വനാഥ് എന്നിവർ പങ്കെടുക്കും. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ 6 ഹീറ്റ്സുകളാണുള്ളത്. നെഹ്റു ട്രോഫി ജലോത്സവം പ്രമാണിച്ച് ഇന്ന് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ചിട്ടുണ്ട്. സമഗ്ര കവറേജുമായി റിപ്പോർട്ടർ സംഘവും അവിടെ തയ്യാറാണ്. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ, സജോ ദേവസ്യ, ഷിഹാ സന്ധു, റോഷ്നി രാജൻ എന്നിവർ ചേരുന്നു. ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്. ഒരു ആവേശ മോർണിംഗ് ആണ് നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അവിടെ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. നമ്മളിനി കാണാൻ പോകുന്ന വള്ളംകളിയുടെ ആവേശം അത് പ്രേക്ഷകരിലേക്ക് ഒട്ടും ചോരാതെ എത്തിക്കാൻ നമ്മുടെ ടീം റെഡിയല്ലേ? ഗുഡ് മോർണിംഗ്. 72ാമത് ജലമേളയുടെ രാജാക്കന്മാരാര് എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാം സജ്ജമായി കഴിഞ്ഞു. പുന്നമടക്കായലിൽ എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഉച്ചയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കും. രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുള്ള സഞ്ചാരികൾ, അതോടൊപ്പം തന്നെ വള്ളംകളി പ്രേമികൾ, വിദേശ സഞ്ചാരികൾ അടക്കം എത്തിത്തുടങ്ങുകയാണ്. സ്വാഭാവികമായും ആലപ്പുഴയെ സംബന്ധിച്ച് വലിയ ജനക്കൂട്ടമുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഇവന്റ് കൂടിയാണ്. സ്വാഭാവികമായും ഇത്തവണ ഒരു പ്രധാനപ്പെട്ട കാര്യം 22 ചുണ്ടൻ വള്ളങ്ങളുണ്ട്. അതിൽ തന്നെ കപ്പിന് വേണ്ടി ഇറങ്ങുന്ന ഏതാണ്ട് 10ലധികം ടീമുകളുണ്ട് എന്ന് പറയാം. സാധാരണ ഉള്ളതിനേക്കാൾ ഇരട്ടി ടീമുകളുണ്ട്. അത്തരത്തിൽ ആവേശം ഇരട്ടിയാകുമെന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് അവസാന നിമിഷം ഫോട്ടോ ഫിനിഷിലാണ് വിജയികളെ തീരുമാനിച്ചത്. കഴിഞ്ഞ തവണത്തെ വിജയികളായ കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ ക്യാമ്പിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇവിടെയാണ് ഏതാണ്ട് കഴിഞ്ഞ 1.5 മാസമായി ഇവർ കഠിന പ്രയത്നത്തിലാണ്, കഠിന പരിശീലനത്തിലാണ്. ആ പരിശീലനമെല്ലാം തന്നെ പൂർത്തിയാക്കി ഇന്ന് വള്ളം ഇറങ്ങുകയാണ്. കഴിഞ്ഞ തവണ വിയ്യപുരം ചുണ്ടനിലൂടെയാണ് ഇവർ കപ്പ് നേടിയത്. എന്നാൽ ഇത്തവണ തലവടി ചുണ്ടനുമായിട്ടാണ് ഇറങ്ങുന്നത്. ചുണ്ടൻ വള്ളം ഈ ക്യാമ്പിനോട് ചേർന്ന് തന്നെ ഇവിടെ എല്ലാം സജ്ജമായി കഴിഞ്ഞു. ഏതാണ്ട് 8 മണിക്ക് ശേഷം 8:30യോടുകൂടി തന്നെ നീരണിയും. അതിനുശേഷം പുന്നമടക്കായലിലേക്ക് ഈ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാ ചുണ്ടൻ വള്ളങ്ങളും എത്തും. അതിനുശേഷം പിന്നെ തയ്യാറെടുപ്പുകളാണ്. അതോടൊപ്പം തന്നെ മറ്റെല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരൊക്കെ തന്നെയുണ്ട്. കർണാടക മുഖ്യമന്ത്രിയുണ്ട്. അത്തരത്തിൽ വിപുലമായ ആഘോഷമാണ് 72ാമത് ജലോത്സവം. മാത്രമല്ല ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഓണത്തിന് തൊട്ട് മുൻപാണ്. അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ഒരു ആവേശം കൂടിയുണ്ട്. നേരത്തെ ഈ കുട്ടനാട് അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടും വലിയ പ്രതിസന്ധിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ അവസാനിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ വീണ്ടും ഒരു സാധാരണ ജീവിതത്തിലേക്ക് കുട്ടനാട് എത്തിക്കഴിഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ജലമേള എത്തുന്നു. അതിന്റെ ആവേശത്തിലാണ് ആലപ്പുഴയും അതോടൊപ്പം തന്നെ മലയാളക്കര ഒന്നാകി. യെസ്, ആവേശം അലതല്ലുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.